നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ഭാരതവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഇന്ത്യൻ എക്സ്പ്രസ് പണം കൈപ്പറ്റിയെന്ന് BJP. ലേഖനമെഴുതിയ ജയ് മജുംദാർ ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളെന്നും അമിത് മാളവ്യ. സംസ്ഥാനത്ത് വീണ്ടും ട്രെയിൻ അട്ടിമറിക്ക് ശ്രമം. കൊല്ലം കുണ്ടറയിൽ പാളത്തിന് കുറുകെ 2 തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചു. പോലീസ് മാറ്റിയിട്ടും വീണ്ടും പോസ്റ്റ് വെച്ചു. CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ജനം എക്സ്ക്ലൂസീവ്. MV ഗോവിന്ദന് പിന്നാലെ AI-യിൽ മലക്കം മറിഞ്ഞ് കൂടുതൽ CPM നേതാക്കൾ. നിർമ്മിത ബുദ്ധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് EP ജയരാജൻ. AI മനുഷ്യന്റെ കഴിവെന്നും EP. VC-യുടെ വിജ്ഞാപനം അട്ടിമറിച്ച് കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പുനർനിയമനം. തീരുമാനം ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ. നടപടി രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ കാലാവധി ഇന്ന് തീരാനിരിക്കെ. PSC-യിലെല്ലാം തോന്നും പടി. ശമ്പള വർധനയ്ക്ക് പിന്നാലെ മെമ്പർമാരുടെ എണ്ണത്തിലും വർധന. അംഗങ്ങളുടെ എണ്ണത്തിൽ UPSC-യെ മറികടന്ന് കേരള PSC. PSC ആവശ്യമുണ്ടോ എന്ന് പഠനം നടത്തണമെന്ന് CPI നേതാവ് C. ദിവാകരൻ. വീണ്ടും കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ. 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ചൊവ്വാഴ്ച. സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയായി. ജനം ബ്രേക്കിംഗ്. സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അവഗണിച്ച സംസ്ഥാന സർക്കാർ. ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെന്ന ആരോപണം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 13ാം ദിവസം. സമരക്കാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് രമേശ് ചെന്നിത്തല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശങ്ക. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് മെഡിക്കൽ സംഘം. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും ഡോക്ടർമാർ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. മത്സരം ലാഹോറിൽ ഉച്ചയ്ക്ക് 2:30. ISL-ൽ പ്ലേ ഓഫ് നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നു. എതിരാളികൾ FC ഗോവ. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒമിദ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിനായി പണം നൽകിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ. ഭാരതവിരുദ്ധ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാനാണോ ഇന്ത്യൻ എക്സ്പ്രസ് പണം പറ്റിയതെന്ന് വ്യക്തമാക്കണമെന്ന് അമിത് മാളവ്യ ആവശ്യപ്പെട്ടു. തെറ്റിദ്ധാരണ പരത്തുന്ന ലേഖനമെഴുതിയ ജയ് മജുംദാർ വിവാദ വ്യവസായി ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും BJP. ഒമിദ്യാർ നെറ്റ്വർക്കും ജോർജ് സോറസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധം ഇരു സ്ഥാപനങ്ങളും അവരുടെ വെബ്സൈറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2008 മുതൽ ഇന്ത്യയിൽ സോഷ്യൽ ഇമ്പാക്ട് ഇൻവെസ്റ്റിംഗ് എന്ന പേരിൽ ഒമിദ്യാർ നെറ്റ്വർക്കിന് ഫണ്ടിംഗ് നടത്തുന്നതായി ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നു. വിവാദ അമേരിക്കൻ ശതകോടീശ്വരൻ ജോർജ് സോറസുമായി ബന്ധമുള്ള ഒമിദ്യാർ നെറ്റ്വർക്ക് ഇന്ത്യൻ എക്സ്പ്രസിനായി 2 പരിപാടികൾ സ്പോൺസർ ചെയ്തതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ചെന്നൈയിലും കഴിഞ്ഞ മാസം ഡൽഹിയിലുമാണ് പരിപാടികൾ നടന്നത്. ഇതേപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് വിശദീകരിക്കണമെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ ആവശ്യപ്പെട്ടു. ഭാരതവിരുദ്ധമായ ലേഖനങ്ങൾക്ക് വേണ്ടിയാണോ സോറസിന്റെ പണം കൈപ്പറ്റിയതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് വ്യക്തമാക്കണമെന്നും അമിത് മാളവ്യ X-ൽ കുറിച്ചു. സംഭവത്തെപ്പറ്റി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി. കേരളത്തിൽ വേതനം ലഭിക്കാതെ ആശാവർക്കർമാർ സമരം ചെയ്യുന്ന സംഭവത്തിൽ പ്രതികരണവുമായി BJP ദേശീയ ജനറൽ സെക്രട്ടറി അനിൽ ആന്റണി.
പ്രധാനമന്ത്രി എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് എല്ലാ വിഹിതവും നൽകിയിട്ടും കേരളത്തിൽ ശമ്പളം നൽകാൻ പോലും തികയുന്നില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് തെറ്റായ പ്രചരണം കേന്ദ്രത്തിനെതിരെ നടത്തുകയാണെന്നും അനിൽ ആന്റണി ഡൽഹിയിൽ പറഞ്ഞു. കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക് ശ്രമമെന്ന് സംശയം. പാളത്തിന് കുറുകെ 2 തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചു. കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപം റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. അട്ടിമറിക്ക് പിന്നിൽ 2 യുവാക്കളാണെന്നാണ് സൂചന. CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. സംഭവത്തിൽ റെയിൽവേ പോലീസ്, RPF, മധുരൈ റെയിൽവേ ക്രൈംബ്രാഞ്ച് എന്നീ വിഭാഗങ്ങൾ അന്വേഷണം തുടങ്ങി. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഇപ്പോൾ കാണുന്ന CCTV ദൃശ്യങ്ങൾ ജനം എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? തീർച്ചയായും 2 യുവാക്കൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഈ വിവരം ലഭിച്ചിരുന്നു. അത്തരത്തിൽ 2 യുവാക്കൾ അർദ്ധരാത്രിയിൽ ഇവിടേക്കെത്തി ഈ റോഡിന് എതിർവശത്തുണ്ടായിരുന്ന ഈ ടെലിഫോൺ പോസ്റ്റ്, ആ വലിപ്പം നമ്മൾ രാവിലെ തന്നെ കണ്ടതാണ്. അത്രയും വലിപ്പമുള്ള പോസ്റ്റ് എടുക്കുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത്. അവർ അവിടെ നിന്നും എടുത്തുകൊണ്ടുവന്ന് ഈ റോഡിന് മറുവശത്തെത്തി ഈ ട്രാക്കിലേക്ക് കടക്കുകയും ട്രാക്കിൽ ഈ കുറുകെ ഈ ടെലിഫോൺ പോസ്റ്റ് സ്ഥാപിക്കുകയുമായിരുന്നു. അതായത് കൃത്യമായിട്ടുള്ള ഉദ്ദേശം ഇതിന് പിന്നിലുണ്ട്. ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ആ പോസ്റ്റ് ഇവിടെ വച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ പോലീസ് അടക്കം ഈ പരിശോധന നടത്തുന്നുണ്ട്. ഈ ഭാഗത്തായി 2ാമത്തെ പോസ്റ്റ്, അതായത് ആദ്യം ഈ വിവരം അറിഞ്ഞ അർദ്ധരാത്രിയിൽ ഇവിടെ പട്രോളിങ്ങിനുണ്ടായിരുന്ന എഴുകോൺ പോലീസ് ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു. ഈ വിവരം അറിഞ്ഞുകൊണ്ട് എഴുകോൺ പോലീസ് എത്തിയപ്പോൾ ആദ്യം ഇവിടെ ഇരിക്കുന്ന പോസ്റ്റ് കണ്ടു. തുടർന്ന് ആ പോസ്റ്റിനെടുത്ത് മറ്റു വശത്തേക്ക് മാറ്റിയിട്ട് പോലീസ് പോകുകയായിരുന്നു. പിന്നാലെ അതിനുശേഷം വീണ്ടും ഈ പോസ്റ്റ് മറ്റൊരു വശത്തായി വച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് കുണ്ടറ പോലീസ് ഇവിടേക്ക് എത്തുന്നത്. കുണ്ടറ പോലീസ് ഇവിടേക്ക് എത്തി ഈ പോസ്റ്റ് എടുത്ത് മാറ്റുകയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ള സമീപവാസി ചേരുകയാണ്. എന്തായാലും 2 യുവാക്കളാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിൽ കൊണ്ടെടുക്കാൻ പറ്റത്തില്ലത്, അത്രയ്ക്ക് വലിയ പോസ്റ്റാണ്. ഉദ്ദേശം 4 പേരെങ്കിലും കാണണം അത് എടുത്തുകൊണ്ട് വരണമെങ്കിൽ. കാരണം ഇത് വർഷങ്ങളായിട്ട് അവിടെ പിഴുത് മാറ്റി വെച്ചിരുന്നതാണ്. സാധാരണ കൊച്ചു പോസ്റ്റ് അല്ലത്. 2 പേരെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇതെപ്പോഴാണ് ഈ വിവരം അറിയുന്നത് നിങ്ങൾ? ഇവിടെ 1:30 വിഷ്ണു ഇവിടുത്തെ പയ്യൻ ഇതിലെ പോയപ്പോഴാണ് കണ്ടത്. പിന്നീട് പോലീസ് പോലീസ് വന്നെടുത്ത് മാറ്റിയിട്ട് അവർ പോയി. പിന്നെ 2ാമത് വീണ്ടും എടുത്തു വെച്ചു. എന്തായിരുന്നു? വെളുപ്പിനും എടുത്ത് വെച്ചെന്നേ. വെളുപ്പിന് പിന്നെ 3 മണിക്ക് ആ സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ പാലരുവി എക്സ്പ്രസ് ഇതുവഴി പോകേണ്ടതല്ലേ? അത് 3:30 വരുന്നത് വണ്ടി. അതിന് മുമ്പിട്ട് ആരോടും എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ട്രെയിനിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ആ പോസ്റ്റ് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. എന്തായാലും ഇവിടേക്ക് കൂടുതൽ പേര് എത്തുന്നുണ്ടായിരുന്നു ഈ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട്. ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് 2 യുവാക്കൾ, അവർ ഈ ഇവിടെ ഒരു ബാങ്കിൻ്റെ ATM ഉണ്ട്, ആ ഭാഗത്തായി വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ മറുവശത്ത് കിടക്കുന്ന പോസ്റ്റ് അവിടെ നിന്നും എടുക്കുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് ഇവർ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന്. ഈ യുവാക്കൾക്കായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിൻ്റെയും അതോടൊപ്പം റെയിൽവേ വിഭാഗത്തിൻ്റെയും അന്വേഷണമാണ്. നമുക്ക് ഈ മണ്ണ് കിടക്കുന്ന സ്ഥലം അറിയാം. അതായത് ഈ ട്രാക്കിനുള്ളിൽ മണ്ണ് കിടക്കുന്ന സ്ഥലത്താണ് ആദ്യം ഇവർ ഈ പോസ്റ്റ് കൊണ്ട് വയ്ക്കുന്നത്. ഈ കുറുകെ ഈ വലിയൊരു ടെലിഫോൺ പോസ്റ്റ് കൊണ്ട് വയ്ക്കുകയായിരുന്നു. ഈ സ്ഥലത്ത് നിന്നാണ് ആദ്യം എഴുകോൺ പോലീസ് ഇത് എടുത്തു മാറ്റിയിരിക്കുന്നത്. അതിനുശേഷമാണ് കുണ്ടറ പോലീസ് വീണ്ടും ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും BJP നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ള കാര്യം തന്നെ, കൃത്യമായിട്ടുള്ള അന്വേഷണം, ഇതിന് പിന്നിൽ എന്താണ് നടന്നതെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ള ആവശ്യം തന്നെയാണ് രാവിലെ തന്നെ BJP നേതാക്കളൊക്കെ നമ്മളോട് പ്രതികരിച്ചപ്പോൾ. ഇപ്പോൾ നമ്മളോട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S. പ്രശാന്ത് കൂടെ ചേരുകയാണ് BJPയുടെ. എന്താണ് ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്? ഈ സ്ഥലത്ത് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് ഈ സമീപവാസികളൊന്നും പറയുന്നില്ല. ഈ സ്ഥലത്ത് ഇങ്ങനെ സംഭവം നടന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. ഇത് നമുക്ക് അറിയാൻ കഴിഞ്ഞത്, നമുക്കറിയാലോ, കേന്ദ്രം നടത്തുന്ന, റെയിൽവേ നടത്തുന്ന വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്തെമ്പാടും നടത്തുന്ന വികസന പ്രവർത്തനം, നമ്മുടെ കൊല്ലം ജില്ലയിൽ അടക്കം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ വിഭാഗത്തിന് അതിൻ്റെ ഒരു അസഹിഷ്ണുത അവരുടെ ഭാഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം ഒരു അട്ടിമറി നടന്നതായിട്ട് സംശയിക്കേണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഉന്നത അന്വേഷണ ഏജൻസി, ഉന്നതതലമായ അന്വേഷണ ഏജൻസി, കാര്യം ഇതിനൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ പാലരുവി എക്സ്പ്രസ് ഇതിലേ കൂടി കടന്ന് പോകേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു വലിയ ദുരന്തം തന്നെ
ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതായത് ആദ്യം എഴുകോൺ പോലീസ് എത്തി എടുത്തു മാറ്റിയ പോസ്റ്റ് വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു. പിന്നീട് കുണ്ടറ പോലീസ് എത്തിയാണ് വീണ്ടും ഉയർത്തി മാറ്റുന്നത്. അപ്പോൾ 2 പ്രാവശ്യം ഈ ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അല്ല, അത് ആസൂത്രിതമായതുകൊണ്ടാണല്ലോ അങ്ങനെ പറ്റുന്നത്. അവർ സ്വാഭാവികമായിട്ടും ഈ പാളത്തിന് കുറുകെ ഇത് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് വരുന്നത് മാറി നിന്ന് അവർ കണ്ടിട്ടുണ്ടാകാം. പോലീസ് പോയതിനു ശേഷം വീണ്ടും അത് എടുത്തു വയ്ക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപകടം ഉണ്ടാകണമെന്ന് കൃത്യമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ടാമത് അത് വെക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കണം, കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. അതെ, സാധാരണ ലോക്കൽ പോലീസിലുപരി കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ ഈ വിവരത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഉന്നത തലങ്ങളിലേക്ക് അന്വേഷണം പോകണമെന്ന് തന്നെയാണ് BJP നേതൃത്വവും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവം അത് ചെറുതായി കാണേണ്ടതല്ല. ഇത്രയധികം അപകടമുണ്ടാകുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് അത് ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. 2 യുവാക്കളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരാരാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. എന്തായാലും ഈ ബാങ്കിന് സമീപത്തുകൂടെ ഇവരിങ്ങോട്ടേക്ക് എത്തിയെന്നുള്ളതാണ്. അതായത് ഈ മെയിൻ റോഡിന് സമീപത്താണ് ഈ റെയിൽവേ ട്രാക്ക് ഉള്ളത്. ഈ ട്രാക്കിൽ നിന്നും ഒരു 20 മീറ്റർ അകലെയാണ് ഈ റോഡുള്ളത്. റോഡിന് മറുവശം കടന്ന പോസ്റ്റ് എടുത്തുകൊണ്ടാണ് ഈ ട്രാക്കിലേക്ക് ഇവരെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവം നടക്കുന്നത് അർദ്ധരാത്രിയിലാണ്. പിന്നീട് പുലർച്ചെയും ഇത് ആവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ അപകടം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരിക്കണം ഇവരിത് സ്ഥാപിച്ചതെന്നുള്ളതാണ്. ഇതിൽ മറ്റ് അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ ഈ ആക്രി സാധനങ്ങൾ കൊണ്ടുപോകുന്നവരായിരിക്കും, അവർ ഈ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടതായിരിക്കും എന്നൊക്കെ. പക്ഷേ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2 യുവാക്കളാണ് ഈ പോസ്റ്റ് എടുക്കുന്നതും അവിടെ നിന്നും കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പോൾ അതിന് പിന്നിൽ മറ്റ് ഉദ്ദേശമുണ്ട് എന്ന് തന്നെ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. വീണ. ഓക്കെ, ശരി മനോജ്. AI സാങ്കേതിക വിദ്യയിൽ മലക്കം മറിഞ്ഞ് കൂടുതൽ CPM നേതാക്കൾ. AI സാങ്കേതിക വിദ്യ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് EP ജയരാജൻ. മനുഷ്യന്റെ കഴിവാണ് AI സാങ്കേതിക വിദ്യ. ജനതാൽപര്യം സംരക്ഷിക്കാൻ അത് ഉപയോഗിക്കണമെന്നും EP. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ AI സാങ്കേതിക വിദ്യയിൽ നിലപാട് മാറ്റിയതിനു പിന്നാലെയാണ് EP ജയരാജനും AI സാങ്കേതിക വിദ്യയെ പിന്തുണച്ച് രംഗത്ത് വന്നത്. എല്ലാറ്റിലും മാറ്റം സംഭവിക്കുന്നു. മനുഷ്യരിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ബുദ്ധിപരമായ വളർച്ചയും വികാസവുമാണ്. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയിൽ മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കഴിവാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഈ AI കാലഘട്ടത്തിൽ ശാസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിനാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷം ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കടുത്ത ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് പിടിയിൽ. മലപ്പുറം തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് ഓഫീസറായ നിയമത്തുള്ളയാണ് വിജിലൻസിന്റെ പിടിയിലായത്. പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ 7.5 ലക്ഷം രൂപ ഇയാൾ കൈക്കൂലിയായി ആവശ്യപ്പെട്ടിരുന്നു. കൈക്കൂലിയുടെ ആദ്യ ഗഡു വാങ്ങുന്നതിനിടെയാണ് ഇയാളെ വിജിലൻസ് പിടികൂടിയത്. ശിവദാസ് കന്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, എങ്ങനെയാണ് ഈ കൈക്കൂലി ഇടപാട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിവരം ലഭിച്ചത്? എപ്പോഴായിരുന്നു അവിടെ ഈ അന്വേഷണം നടന്നത്? ഇന്ന് രാവിലെ ഏകദേശം 11 മണിയോടെയാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് വിജിലൻസിന്റെ പിടിയിലായത്. മലപ്പുറം തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് നിയമത്തുള്ളയാണ് വില്ലേജ് ഓഫീസർമാരുടെ പിടിയിലായത്. പട്ടയത്തിലെ തെറ്റ് തിരുത്താൻ വേണ്ടി ഇദ്ദേഹം ഒരു വ്യക്തിയോട് 7.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. 7.5 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇത് ഏകദേശം ഒരാഴ്ച മുൻപാണ്. ഉടനെ തന്നെ ഗഡുക്കളായി ആണ് ഈ പണം നൽകേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ആദ്യ ഗഡുവായ 50,000 രൂപ ഇന്ന് കൈമാറുകയായിരുന്നു. ഈ സമയത്ത് ഈ വ്യക്തി, അതായത് അദ്ദേഹം പേര് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വ്യക്തി ഇദ്ദേഹത്തിന് വിജിലൻസിൽ ഈ വിവരം അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം വിജിലൻസിൽ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ കൈക്കൂലി വാങ്ങുന്ന ഈ സമയത്ത് ഇവിടേക്ക് എത്തിയത്. പിന്നീട് കൈക്കൂലി നൽകുമ്പോൾ ആണ് നിയമത്തുള്ള പിടിയിലായിരിക്കുന്നത്. വീണ. ശരി ശിവദാസ്. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് രൂപത.
സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ ഏത് വിധേനയും പണമുണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. ഒരു തലമുറയെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടുന്ന തീരുമാനമാണ് സർക്കാരിൻ്റെതെന്നും അദ്ദേഹം വിമർശിച്ചു. ഇടതുമുന്നണി യോഗത്തിലും എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാലക്കാട് രൂപത രംഗത്തെത്തിയിരിക്കുന്നത്. എത്ര വലിയ നയപരമായ തീരുമാനമാണെങ്കിലും ബ്രൂവറി സാമൂഹിക വിപത്താണെന്ന് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. കേരളത്തെ മദ്യ സംസ്ഥാനമായി മാറ്റുന്ന രീതിയാണ് ഇത്. വലിയൊരു ശതമാനം ആളുകളും ഈ വിപത്ത് ഒഴിവാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സാമ്പത്തിക ഉറവിടം വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേനെ പണം ഉണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണെന്നും ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. നമുക്ക് സാമ്പത്തികമായ ഉറവിടങ്ങൾ വറ്റി വരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അത് എത്ര ഒരു പറ്റിയ മാർഗമാണെന്ന് കരുതുന്നില്ല. അപ്പോൾ ഈ ഒരു മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല. ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. സാധാരണക്കാർക്ക് ജോലി നൽകാനാണെങ്കിൽ മറ്റു മാർഗങ്ങൾ ഉണ്ടെന്നും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ വിമർശിച്ചു. അതേസമയം മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ സമരപ്രചാരണ യാത്ര ഇന്ന് 3-ാം ദിവസത്തിലേക്ക് കടന്നു. കൊല്ലങ്കോട്, നെന്മാറ മണ്ഡലങ്ങളിലാണ് ഇന്ന് യാത്ര. ജനം, പാലക്കാട്. ബ്രൂവറി വിഷയത്തിൽ CPIയെ കടന്നാക്രമിച്ച് രമേശ് ചെന്നിത്തല. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ ബിനോയ് വിശ്വത്തിന്റെ വായ മുഖ്യമന്ത്രി അടപ്പിച്ചു. CPIയുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നതാണ് CPI നിലപാടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അദ്ദേഹം പറയുന്ന ഒന്നും നിങ്ങളെ കണക്കിലെടുക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് CPIയുടെ MN സ്മാരകത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വാ മുഖ്യമന്ത്രി അടപ്പിച്ചു. അതിനുശേഷം പുള്ളി വാ തുറന്നിട്ടില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കിനൊന്നും ഒരു വില ആരും കൽപ്പിക്കുന്നില്ല. അതൊക്കെ പഴയ കാലത്തെ CPI ആണ്. ഇപ്പോഴത്തെ CPIക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു തൻ്റെ ഇടമോ ആർജവമോ ഇല്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും തെളിയിക്കുകയാണ്. തലശ്ശേരി മണോളിക്കാവ് ഉത്സവത്തിൽ പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഒരു CPM പ്രവർത്തകനു കൂടി അറസ്റ്റിൽ. കുട്ടിമാക്കൂൽ ഋഷിക നിവാസിൽ സഹദേവനാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ കുട്ടിമാക്കൂൽ പെരിങ്കളം നിലാവിൽ MC ലിനേഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 80-ലേറെ CPMകാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മണോളിക്കാവിൽ പോലീസുകാരെ CPMകാർ ആക്രമിച്ച സംഭവത്തിൽ നടപടിയുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ്. ഇതിന്റെ ഭാഗമായാണ് കേസിലെ പ്രതികളിൽ ഒരാളായ കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവനെ പോലീസ് പിടികൂടിയത്. പ്രതിപട്ടികയിലുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ലിനീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. അതേസമയം 80-ലേറെ വരുന്ന CPM അക്രമകാരികളിൽ ബാക്കിയുള്ളവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. മണോളിക്കാവിൽ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഘർഷമുണ്ടായത്. ഇത് തടയുന്നതിനിടെ SI ഉൾപ്പെടെയുള്ള പോലീസുകാരെ CPMകാർ ആക്രമിച്ചു. അടുത്ത ദിവസം ഈ കേസിലെ 1-ാം പ്രതിയും റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമായ ദിവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റി. പിന്നാലെ സ്ഥലത്ത് സംഘടിച്ചെത്തിയ CPMകാർ ഉദ്യോഗസ്ഥരെ പൂട്ടിയിടുകയും പ്രതിയെ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്തു. പോലീസുകാരെ കൊല്ലുമെന്ന് CPMകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എഴുന്നള്ളിപ്പിനിടെ CPM പ്രവർത്തകർ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. ജനം, കണ്ണൂർ. PSC മെമ്പർമാരുടെ എണ്ണത്തിൽ UPSC മറ്റ് സംസ്ഥാനങ്ങളെയും മറികടന്ന് രാജ്യത്ത് തന്നെ 1-ാമതാണ് കേരളം. 2-ാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും 16 പേർ മാത്രമുള്ളപ്പോഴാണ് കേരളത്തിൽ 20 PSC അംഗങ്ങൾ. ശമ്പളക്കാര്യത്തിലും UPSCയെ വരെ മറികടക്കുകയാണ് കേരള PSC ചെയർമാനും അംഗങ്ങളും. ചെയർമാനും മെമ്പർമാരുമടക്കം 20 പേരാണ് നിലവിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരിക്കുന്നത്. ഇതിൽ 14 പേരും CPM പ്രതിനിധികൾ. ബാക്കിയുള്ളത് ഘടകകക്ഷികൾക്കും വീതിച്ചു നൽകിയിരിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയടക്കം നിയന്ത്രിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് ഏജൻസിയായ UPSCയിൽ പോലും ആകെയുള്ളത് ചെയർമാനടക്കം 7 അംഗങ്ങൾ മാത്രം. 28 സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താലും മുൻപിൽ കേരളം തന്നെ. 2-ാം സ്ഥാനത്തുള്ള കർണാടകയിൽ പോലും ആകെയുള്ളത് 16 അംഗങ്ങൾ മാത്രം.
തമിഴ്നാട്ടിലും ആന്ധ്രയിലും രാജസ്ഥാനിലും 8 PSC അംഗങ്ങൾ വീതമുണ്ട്. ഗുജറാത്തിൽ 7, ഹരിയാനയിലും തെലങ്കാനയിലും 6, ഉത്തർപ്രദേശും ബീഹാറും അടക്കം 5 സംസ്ഥാനങ്ങളിൽ 5 പേർ മാത്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷനുകളിലെ അംഗങ്ങളായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ സംഖ്യ ഇതിലും കുറയും. അംഗങ്ങൾക്കും ചെയർമാനും നൽകുന്ന ശമ്പളത്തിലും സാക്ഷാൽ UPSCയെ പോലും കേരളത്തിലെ PSC നാണിപ്പിക്കും. അലവൻസ് അടക്കം കണക്കിലെടുക്കുമ്പോൾ കേരളത്തിലെ PSC ചെയർമാന്റെ പ്രതിമാസ ശമ്പളം 4 ലക്ഷത്തിലധികമായിട്ടാണ് ഉയരുന്നത്. അംഗങ്ങൾക്കും 4 ലക്ഷത്തോളം രൂപ ലഭിക്കും. അതേസമയം UPSC ചെയർമാന്റെ ശമ്പളം അലവൻസുകൾ കൂട്ടിയാലും 3.5 ലക്ഷം മാത്രം. അംഗങ്ങൾക്കും അലവൻസുകളടക്കം ലഭിക്കുന്നത് 3.25 ലക്ഷം രൂപ. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. PSC മെമ്പർമാരുടെ ശമ്പള വർധനയിൽ എതിർപ്പുമായി മുതിർന്ന CPI നേതാവ് C. ദിവാകരൻ. PSC തന്നെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പഠനം നടത്തണം. തൊഴിലന്വേഷകരായി യുവജനങ്ങൾ നാടുവിടുന്ന സ്ഥിതിയാണ്. PSC മെമ്പർമാർക്ക് പ്രധാനമന്ത്രിയെക്കാളും മുഖ്യമന്ത്രിയെക്കാളും ശമ്പളമുണ്ട്. ഒരു ടെസ്റ്റ് എഴുതാത്തവരാണ് നാട്ടിൽ എല്ലാവർക്കും ടെസ്റ്റ് നടത്തുന്നതെന്നും C. ദിവാകരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പബ്ലിക് സർവീസ് കമ്മീഷൻ കേരളത്തിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പഠനം നടത്തണം. പിന്നെ അവർക്ക് കൊടുക്കുന്ന വേതനം, ഞാൻ മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. PSC ചെയർമാൻ പ്രധാനമന്ത്രിയേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ അതിനെ ന്യായീകരിക്കുന്ന ചില ശബ്ദങ്ങൾ ഞാൻ കേട്ടു. അത് നിർഭാഗ്യരായിപ്പോയി. ആളുകളുടെ പരാതി, ഈ PSC മെമ്പർമാർ വലിയ കാര്യമൊന്നുമുള്ളവരല്ല. അവർ ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി വന്നവരൊന്നുമല്ല. ഒരു ടെസ്റ്റ് എഴുതുന്നവരല്ല. പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന പേര് അനുസരിച്ച് അവിടെ നിയമനം നടത്തണമല്ലാതെ ഒരു ടെസ്റ്റ് എഴുതാത്തവർ കേരളത്തിലെ മുഴുവൻ പിള്ളേരെയും ടെസ്റ്റ് എഴുതി പഠിപ്പിക്കുകയാണ്. അത് തന്നെ ആ ഘടന തന്നെ തെറ്റാണ്. PSC മെമ്പർമാർക്ക് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രതിഷേധങ്ങൾക്കിടയിലും PSC ശമ്പള വർധനയുമായി മുന്നോട്ടു പോകാൻ ഉറച്ച പിണറായി സർക്കാർ. ഇടത് സംഘടനകളുടെ പ്രതിഷേധങ്ങളെ അവഗണിച്ചാണ് PSC ചെയർമാനും സംഘങ്ങൾക്കും സർക്കാരിന്റെ പ്രത്യേക കരുതൽ. സാധാരണക്കാരന്റെ വിചാരങ്ങളും വികാരങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത സർക്കാരായി പിണറായി സർക്കാർ അധപ്പതിച്ചെന്ന് ഫെറ്റോ ആരോപിച്ചു. PSC ചെയർമാനും മറ്റംഗങ്ങൾക്കും വേതനം ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും പിന്നോട്ടില്ല എന്ന നിലപാടാണ് പിണറായി സർക്കാരിൻ്റെത്. അടിസ്ഥാന ശമ്പളം പോലുമില്ലാതെ ആയിരങ്ങൾ പണിയെടുക്കുമ്പോൾ ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുന്നത് പ്രത്യയശാസ്ത്ര വിരുദ്ധതയെന്നാണ് ഇടത് സംഘടനയായ AITC തന്നെ വിമർശിച്ചത്. വിവാദ ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും AITC ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ എതിർസ്വരങ്ങളെ ഗവനിക്കേണ്ട എന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. ധനകാര്യമന്ത്രി KN ബാലഗോപാലും നടപടി ന്യായീകരിച്ച് രംഗത്തെത്തിയിരുന്നു. ഇവർക്ക് ഇരട്ടിലധികം വേതനം നൽകിയതിൽ തെറ്റില്ല എന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. അതേസമയം സർക്കാർ നടപടി പ്രതിഷേധിച്ച് ഫെറ്റോയും രംഗത്തെത്തി. സാധാരണക്കാരുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്ത സർക്കാരാണ് പിണറായി സർക്കാർ എന്നാണ് ഫെറ്റോ കുറ്റപ്പെടുത്തിയത്. നമ്മുടെ PSC അംഗങ്ങൾക്ക് പ്രതിമാസം ഏകദേശം 2.25 ലക്ഷത്തിലധികം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അത് 1 ലക്ഷത്തിലധികം രൂപ കൂടി വർദ്ധിപ്പിച്ച് നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാനത്തിന്റെ ക്യാബിനറ്റ് യോഗം തീരുമാനമെടുക്കുകയുണ്ടായി. അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നമ്മുടെ ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്. അവർക്ക് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന 7000 രൂപ 3 മാസമായിട്ട് കുടിശ്ശികയായിരിക്കുന്നു. അത് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന IAS IPS കേഡറുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ക്ഷാമബത്ത അടക്കമുള്ള കുടിശ്ശിക കൃത്യമായിട്ട് സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ നിശ്ചിത വരുമാനക്കാരായ താഴ്ന്ന വരുമാനക്കാരായ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 1 ലക്ഷത്തോളം രൂപ കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ് അവരുടെ ആനുകൂല്യങ്ങളിൽ ഈ സർക്കാർ. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒപ്പമല്ല ഈ സർക്കാർ പണക്കാരൻ്റെയും അതുപോലെ തന്നെ സമ്പന്നരുടെയും ഒപ്പമാണ് എന്ന് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന ശമ്പളവും DAയും മറ്റ് ആനുകൂല്യങ്ങളും ഉൾപ്പെടെ 3 ലക്ഷത്തിന് മുകളിലാണ് ചെയർമാന്റെ ശമ്പളം. അംഗങ്ങൾക്കും 3 ലക്ഷത്തിന് മുകളിൽ വരും. ജനം, തിരുവനന്തപുരം. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലാണ് ഹാജരായത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് പ്രതികരിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചാണ് MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരായത്. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ചോദ്യം ചെയ്യലിന് ശേഷം 25-ന് റിപ്പോർട്ട് നൽകാൻ ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് നിർദ്ദേശം. ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ്. എനിക്ക് മൊഴി കൊടുത്തേ പറ്റൂ, അധികം സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായും ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം റിപ്പോർട്ട് നൽകുമെന്ന് ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടി. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ അവസരം വേണമെന്ന് അയാളുടെ അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ
അതിനൊരു അവസരം കൊടുക്കാമെന്ന് കോടതി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ പ്രതികളായ 2 അധ്യാപകർ നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിരുന്നു. ഷുഹൈബ് പറഞ്ഞതനുസരിച്ച് തങ്ങൾ ചോദ്യപേപ്പർ തയ്യാറാക്കിയെന്നാണ് ഇവർ നൽകിയ മൊഴി. 1-ാം പ്രതിയായ ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജനം, കോഴിക്കോട്. മലയാള സിനിമാ പിതാവ് ജെ.സി. ഡാനിയലിന്റെ പ്രതിമ തകർക്കാൻ ശ്രമം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധർ അക്രമം അഴിച്ചുവിട്ടത്. പ്രതിമയ്ക്ക് മോടി കൂട്ടാൻ സ്ഥാപിച്ച ലൈറ്റുകളും സിനിമാ ഫിലിം റോളും സമീപത്ത് കിണറും തല്ലി തകർത്തു. നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നു പുലർച്ചെ മൈതാനത്ത് പ്രഭാത സവാരിക്കെത്തിയവരാണ് ആദ്യം കണ്ടത്. ജെ.സി. ഡാനിയലിന്റെ പ്രതിമയോട് ചേർന്ന് മോടി കൂട്ടാനായി സ്ഥാപിച്ച ലൈറ്റുകളും ഫിലിം റോൾ മാതൃകകളും സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർക്കുകയും സമീപത്തെ കിണറിന്റെ ഗ്രിൽ വലിച്ചു പുറത്തിടുകയും ചെയ്തു. രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അക്രമത്തിൽ കാര്യമായ നാശനഷ്ടമുണ്ടായി. സ്മാരകത്തോട് അനാദരവ് കാട്ടിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി.കെ. രാജ്മോഹൻ പറഞ്ഞു. ഇതിനു മുമ്പും 1-2 ആവർത്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഏറ്റവും കേരളത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വലിയ മനുഷ്യനാണ് ജെ.സി. ഡാനിയൽ. അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് നേരെ അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരത്തിന് യോജിച്ചതല്ല. അത്തരം ആളുകൾ അതിൽ നിന്നെല്ലാം പിന്തിരിയണം എന്ന് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൻ്റെ പണി തൊട്ടടുത്ത് തന്നെ നടക്കുന്നതും ദൃശ്യ മാധ്യമങ്ങൾക്ക് കാണാം. അത്ര നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നെയ്യാറ്റിൻകര നഗരസഭ ജെ.സി. ഡാനിയെ കാണുന്നത് എന്ന് മാത്രം ബഹുമാന്യരെ ഓർമ്മ. സംഭവത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ അക്രമം നടന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് പോലീസ് വ്യക്തമാക്കി. 3 വർഷം മുമ്പാണ് മലയാള സിനിമാ പിതാവായ ജെ.സി. ഡാനിയലിന് ആദരവർപ്പിച്ച് ജന്മനാട്ടിൽ സ്മാരകമൊരുക്കിയത്. നെയ്യാറ്റിൻകര നഗരസഭാ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് സ്ഥലം കണ്ടെത്തിയാണ് സ്മാരകം സ്ഥാപിച്ചത്. ജനം, തിരുവനന്തപുരം. ഇടവേള. ഗഗൻയാൻ ദൗത്യത്തിലെ ആദ്യ ആളില്ലാ പരീക്ഷണ പറക്കൽ ഈ വർഷം നടക്കുമെന്ന് ISRO ചെയർമാൻ ജനം ടിവിയോട്. കേരളത്തിലെ ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് നിർമ്മിച്ച റോബോട്ടിക് കൈകൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ സുപ്രധാന ഘടകമാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ജനുവരി 16 നടന്ന ഡോക്കിംഗ് ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ തന്ത്രപ്രധാനമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ആകാശത്തിന്റെ അതിരുകൾ ഭേദിച്ച് ആദ്യ മനുഷ്യ ദൗത്യത്തിനൊരുങ്ങുന്ന ISRO അഭിമാന നേട്ടത്തിലേക്കാണ് ഈ വർഷം നടന്നുകയറുന്നത്. ഗഗൻയാൻ ദൗത്യത്തിന്റെ ആദ്യ ആളില്ലാ പരീക്ഷണ പറക്കലിനൊരുങ്ങുകയാണ് ISRO. നമ്മൾ ആൾക്കാർ മുകളിൽ ഇരിക്കപ്പോൾ നമ്മളുടെ ഗഗൻയാത്രീസ് അവിടെ മുകളിൽ ഇരിക്കപ്പോൾ എന്തെങ്കിലും വെഹിക്കിളിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ സേഫ് ആയിട്ട് കൊണ്ടുപോകണം. അത് ക്രൂ എസ്കേപ്പ് സിസ്റ്റം പറയും. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ ടെസ്റ്റിംഗ് എല്ലാം അഡ്വാൻസ് സ്റ്റേജിൽ പോകുന്നുണ്ട്. പിന്നെ ലാൻഡ് ചെയ്യുന്നത് തിരിച്ച് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇപ്പം നമ്മളുടെ മാർത്തിരി വെഹിക്കിൾ 170 കിലോമീറ്റർ വരെ കൊണ്ടുപോകും. പിന്നെ അവിടെ ഇருந்து 400 കിലോമീറ്റർ വരെ കൊണ്ടുപോകുന്നത് ഒരു സർവീസ് മോഡൽ പ്രൊപ്പൽഷൻ അങ്ങനെയുള്ള ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് കൊണ്ടുപോകുന്നത്. പിന്നെ അത് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് ഒരു 70 കിലോമീറ്റർ വരും. പിന്നെ ലാൻഡ് ചെയ്യുന്നത് പാരച്യൂട്ട് വെച്ചാകും. അപ്പോൾ അതിൻ്റെ ടെസ്റ്റിങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ എല്ലാ ടെസ്റ്റിംഗ് ഫേസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മൊത്തം 3 അൺക്രൂഡ് മിഷൻ അക്കംപ്ലിഷ് ചെയ്തിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ആദ്യത്തെ അൺക്രൂഡ് മിഷൻ ഇപ്പം ചെയ്യാനുള്ള എല്ലാം അതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നതുകൊണ്ട് ഈ കൊല്ലത്തിൽ തന്നെ അത് നടക്കും. ചന്ദ്രയാൻ 4 പേടകം ചാന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ശേഖരിച്ചു മടങ്ങുന്ന മണ്ണിനും പാറയ്ക്കും ചരിത്രത്തിലും ശാസ്ത്രത്തിലും അതിനിർണായക സ്ഥാനമുണ്ട്. ചന്ദ്രയാൻ 4ന്റെ കരുത്തും കരങ്ങളുമാകുക തുമ്പയിലെ ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് നിർമ്മിച്ച റോബോട്ടിക് കൈകളാണ്. ചന്ദ്രയാൻ 4 സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് സാമ്പിൾ എടുത്ത് പിന്നെ തിരിച്ച് നമ്മളുടെ ഭൂമി കൊണ്ടുവന്നാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു മിഷനാണ്. ചന്ദ്രയാൻ 3യുടെ സാറ്റലൈറ്റ് മാസ് എന്ന് പറഞ്ഞാൽ 4000 കിലോഗ്രാമാണ്. ഇത് 9500 കിലോഗ്രാമാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു റാക്കറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ 2 റാക്കറ്റിലാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി ഒരു മൊത്തം 5 ഉണ്ട്. അത് 2 സ്റ്റാക്കായിട്ട് കൊണ്ടുപോയി നമ്മളുടെ എർത്തുടെ ഓർബിറ്റിൽ ഡോക്കിംഗ് ചെയ്യും. ഡോക്കിംഗ് ചെയ്ത് പിന്നെ ഇറ്റ് വിൽ ഗോ ടു മൂൺ.
പിന്നെ അവിടെ അൺഡോക്ക് ചെയ്ത് കുറേ സാധനങ്ങൾ ലാൻഡ് ചെയ്ത് സാമ്പിൾ എടുത്ത് പിന്നെ തിരിച്ചു വന്ന് അഗൈൻ ഡോക്ക് ചെയ്ത് പിന്നെ തിരിച്ചു വരണം. അപ്പം ഇങ്ങനെയുള്ള നിറയെ അഡ്വാൻസ് ടെക്നോളജി കൊണ്ട് ഇതുവരെ ഇല്ലാത്തൊരു ചരിത്രം സൃഷ്ടിക്കേണ്ടതുണ്ട് ISROയ്ക്ക്. ബഹിരാകാശത്തേക്കും ചന്ദ്രനിലേക്കും മനുഷ്യനെ എത്തിക്കണം, അതും കണക്ക് പുസ്തകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ആശങ്കാജനകമല്ലെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. കൃത്യമായ ഇടവേളകളിൽ ഓക്സിജൻ നൽകുന്നത് ഉൾപ്പെടെയുള്ള ചികിത്സകൾ തുടരുന്നു. ജമേലി ആശുപത്രിയിൽ കഴിയുന്ന പോപ്പ് മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡോക്ടർ ല്യൂജി കാർബോൺ അറിയിച്ചു. കടുത്ത ന്യൂമോണിയയെ തുടർന്നാണ് പോപ്പിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 14-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച മെയ് 9 മോസ്കോയിൽ നടക്കും. യുക്രൈൻ യുദ്ധം ശാശ്വതമായി പരിഹരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. യുദ്ധം പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവർ ഒന്നും ചെയ്തില്ലെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവും സൗദിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർന്ന് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സ്ഥിരീകരണവും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് മെയ് 9 കൂടിക്കാഴ്ചയ്ക്കുള്ള ദിവസം നിശ്ചയിച്ചത്. മോസ്കോയിലായിരിക്കും ട്രംപും പുടിനും ചർച്ചകൾ നടത്തുക. യുക്രൈൻ യുദ്ധം തന്നെയായിരിക്കും പ്രധാന ചർച്ച എന്നാണ് സൂചന. യുദ്ധം ശാശ്വതമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് യുക്രൈൻ യുദ്ധത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനുമെതിരെ ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇരു നേതാക്കളും യുദ്ധം അവസാനിപ്പിക്കാൻ കാര്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. നേരത്തെ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കന്മാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാലും റഷ്യ ആക്രമണം തുടരില്ലെന്ന് അമേരിക്ക ഉറപ്പു നൽകണമെന്നായിരുന്നു നേതാക്കളുടെ ആവശ്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നതിന് മുന്നോടിയായി ട്രംപ് പ്രഖ്യാപനം നടത്തിയതും ശ്രദ്ധേയമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ FBI ഡയറക്ടറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഭഗവത്ഗീത ഗ്രന്ഥം സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞ. ഇക്കഴിഞ്ഞ ദിവസം കാഷ് പട്ടേലിന്റെ നിയമനം സെനറ്റ് അംഗീകരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം കാഷ് പട്ടേലിന്റെ FBI ഡയറക്ടർ നിയമനം US സെനറ്റ് അംഗീകരിച്ചിരുന്നു. അമേരിക്കയുടെ പരമോന്നത അന്വേഷണ ഏജൻസിയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഭഗവത്ഗീത തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തായിരുന്നു കാഷ് പട്ടേലിന്റെ സ്ഥാനാരോഹണം. One of the reasons that I wanted him is because the agents love this guy and they respect this guy, and this is what they wanted. And even somebody like Trey Gowdy, who's a very good guy, but known as somewhat of a moderate person, he came out with a statement that was so incredible. He said, Cash is an incredible person. No, I think the agents are very happy about Cash. In fact, the agents led the charge for Cash. One of the reasons I loved Cash and wanted to put him in is because of the respect the agents had for him. I think he'll go down as the best ever at that position. And it turned out he was very easy to get approved. You know, I was not sure. He's a tough guy, strong guy. He has his opinions, and I wasn't sure. He turned out to be he went very smoothly. I don't know if he's in the room now. He's going to be in the room very shortly. Where is he? Also, I'm saying the right thing. I can't speak too badly about him. I better be careful. FBI-യുടെ 9ാമത്തെ ഡയറക്ടറായാണ് കാഷ് പട്ടേൽ സ്ഥാനമേൽക്കുന്നത്. അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഫെഡറൽ പ്രോസിക്യൂട്ടറായിരുന്നു കാഷ്. അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്കെതിരെ നടത്തിയ ശ്രദ്ധേയമായ നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ്. നേരത്തെ നാഷണൽ ഇന്റലിജൻസ് മേധാവിയായി സ്ഥാനമേറ്റ തുളസി ഗബ്ബാർഡ് ഭഗവത്ഗീത തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഉത്തർപ്രദേശിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം ചെയ്യാൻ അവസരമൊരുക്കി യോഗി സർക്കാർ. സംസ്ഥാനത്തെ 75 ജയിലുകളിലും ത്രിവേണി തീർത്ഥം എത്തിച്ചാണ് 90,000-ലധികം തടവ് പുള്ളികൾക്ക് സ്നാനത്തിന് അവസരം നൽകിയത്. തടവിൽ കഴിയുന്ന ജയിൽ പുള്ളികൾക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി തീർത്ഥത്തിൽ സ്നാനം നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീർത്ഥം ജയിലുകളിലേക്ക് എത്തിച്ചത്. ഉത്തർപ്രദേശിലെ 75 ജയിലുകളിലും ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ തീർത്ഥം എത്തിച്ച് ജയിൽ പുള്ളികൾ കുളിക്കുന്ന വലിയ ടാങ്കുകളിൽ കലർത്തിയാണ് മഹാകുംഭ സ്നാനത്തിന് അവസരമൊരുക്കിയത്.
മുസ്ലിങ്ങളടക്കം 90,000-ലധികം തടവ് പുള്ളികൾ ഇത്തരത്തിൽ സ്നാനം നിർവഹിച്ചതായി ജയിൽ വകുപ്പ് മന്ത്രി ധാരാ സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. आज उत्तर प्रदेश के लगभग 90,000 कैदी ने स्वेच्छा से वहां से लाकर के जो गंगा जल जब संगम नोद से आज सब लोगों ने वहां पे आस्था की डुबकी लगाई है. मुझे लगता है वो लोग भी आज उनको पूरी तरीके से संतुष्ट होंगे कि हम लोग पुण्य के भागीदार बन पाए हैं. ഇതാദ്യമായാണ് കുംഭമേളയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ജയിൽ പുള്ളികൾക്ക് സ്നാനം ചെയ്യാൻ സർക്കാർ പ്രത്യേക അവസരമൊരുക്കിയത്. ജയിൽ പുള്ളികളുടെ ആവശ്യം പരിഗണിച്ചാണ് പ്രത്യേക സ്നാനകർമ്മങ്ങൾ നിശ്ചയിച്ചതെന്ന് ഉത്തർപ്രദേശ് ജയിൽ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ജനം, ഡൽഹി. ദക്ഷിണാഫ്രിക്കയിലെ കോടതിയിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ കുറ്റാരോപിതനായ യുവാവ് കെട്ടിടത്തിന് മുകളിൽ നിന്നും അതിവിദഗ്ധമായി താഴേക്കിറങ്ങി ഓടി രക്ഷപ്പെടുന്നതാണ് വീഡിയോ. ദക്ഷിണാഫ്രിക്കൻ പ്രതിരോധ കമ്പനിയായ സബ് അർബൻ കൺട്രോൾ സെന്ററാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത്. വീട് തകർത്ത് അകത്ത് കയറി മോഷണം നടത്തിയതിനാണ് യുവാവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയതെന്നാണ് വീഡിയോയുടെ ക്യാപ്ഷനിൽ പറയുന്നത്. വീഡിയോയിൽ ഇയാൾ കോടതിയുടെ മുകളിലെ നിലയിൽ നിന്നും അടുത്ത നിലയിലേക്ക് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് വൻ വിമർശനങ്ങളാണ് ഇതിനകം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം. വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.